നാമത്തിൽ വരുത്തണം. അതിനാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്. അതാണ് സാധാരണ സുവിശേഷ വേലയും സുവിശേഷ ശുശ്രൂഷയും ഉടമ്പടി ശുശ്രൂഷയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഇത് നമ്മൾ ആപ്ലിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. കാര്യം ഇത് ഉടമ്പടി ഒരു ആപ്ലിക്കേഷനാണ്. ഒരു കർത്താവ് നമുക്കറിയാം, ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് ഓർഡിനറി ഗ്രേസ് അല്ല. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഇപ്പം എപ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുന്നവർ തന്നെ അത് ഗണ്ണൊക്കെ എടുത്തിട്ട് അവർ ആ യഥാർത്ഥ ടാർഗറ്റിൻ്റെ മുകളിലേക്കാണ് അല്പം ഉയർത്തിയാണ് സാധാരണ ഷൂട്ട് ചെയ്യണത്. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ആകർഷണമുള്ളത് കാരണം. ഇത് നേരെ ഷൂട്ട് ചെയ്താൽ ഭൂമിയെ ആകർഷിച്ച് ആ ബുള്ളറ്റ് താത്തിക്കളയും. അപ്പോൾ ലക്ഷ്യം കൊള്ളത്തില്ല. അതുകൊണ്ടാണ് വെടിവെക്കുന്നവർ ഉയരമുള്ള ഒരു ടാർഗറ്റിൽ വെടിവെക്കുമ്പോൾ ഉയർത്തി വെക്കുക. അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഉയർന്ന ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുള്ളത് ഒരു വസ്തു വിൽപ്പന, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നതോ, അല്ലെങ്കിൽ ജോലി കിട്ടുന്നതോ, അങ്ങനെ എന്തെങ്കിലും സാധാരണ ഒരു ജീവിതം ആവശ്യമായിരിക്കും. പക്ഷെ മക്കൾ ചെയ്യേണ്ടത് ആ ഒരു ആവശ്യത്തിന് ഉള്ള ഒരു മിനിമം എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ചിലർ പറയും റാങ്കിന് വേണ്ടി പഠിക്കുമ്പോഴാണ് ചിലപ്പോഴും അവർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നത്. അതുപോലെയുള്ളൊരു വിഷയമാണിത്. നിങ്ങൾ ഉടമ്പടി റാങ്കിന് തന്നെ ടാർഗറ്റ് ചെയ്യണം. ഇതിൽ നിന്ന് മാക്സിമം അത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കാര്യങ്ങൾ അതിൻ്റെ സ്ട്രക്ചറെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചും, പിന്നെ അതിൻ്റെ നിക്ഷേപം വലിയ കാര്യങ്ങളാണെങ്കിൽ ഉടമ്പടി നമുക്കറിയാമല്ലോ, 3.5 മണിക്കൂർ എടുത്ത് പഠിച്ചിട്ടാണ് ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. പിന്നീട് ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും അതുപോലെ പഠനങ്ങളുണ്ട്. അതിനിടയിൽ എല്ലാ ദിവസവും വചന വായനയും സാക്ഷ്യം കേൾക്കുകയും സാക്ഷ്യത്തിൻ്റെ വിശദീകരണം കേൾക്കുകയും വചനത്തിൻ്റെ ധ്യാനം കൂടുകയും ചെയ്യുന്ന ഒരു നിരന്തര സാക്ഷരത നടക്കുന്നുണ്ട്. ഈ സാക്ഷരതയെല്ലാം നമുക്കറിയാം. അതായത് ഇപ്പോൾ ഇന്നലെ ഒരു സാറ് മഞ്ജൂഷ്, ഇന്നലത്തെ ഏറ്റവും നല്ല സാക്ഷി അദ്ദേഹത്തിൻ്റെ ആണ് മഞ്ജൂഷ്. അതായത് മഞ്ജൂഷ് ഫിലിപ്പ് കാഞ്ഞിരപ്പള്ളി, ഒരു അധ്യാപകനാണ്. എന്നെ ശരിക്കും പറഞ്ഞാൽ ആ സാക്ഷ്യം ഞെട്ടിച്ച് കളഞ്ഞ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ഒരു ഭൗതികമായ പെർസ്പെക്റ്റീവിലല്ലെന്ന് ആദ്യമേ പുള്ളി അഡ്വാൻസ് പറയും. എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ഒരു ഭൗതികമായ ഒരു വിഷയത്തിന് ദൈവം എനിക്ക് തന്ന അടയാളങ്ങൾ പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഈ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് നിത്യതയിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് പറയാനാണ്. അപ്പോൾ അദ്ദേഹം ഉടമ്പടി ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിത്യതയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിത്യത എല്ലാവരും ലക്ഷ്യം വെക്കേണ്ട വിഷയമാണ്. ഞാൻ ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് വരേണ്ടതിന് മുമ്പ് എനിക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടിയായിരുന്നു സെമിനാരി ജീവിതത്തിലെ. ഇന്ന് നമ്മുടെ ആസ്ട്രേലിയൻ ബിഷപ്പായിരുന്ന ബെൽമോളിലെ ബിഷപ്പില്ലേ, നമ്മുടെ ബോസ്കോ പിതാവാണ് എന്നെ ക്രിസ്റ്റോളജി പഠിപ്പിച്ചത്, ക്രിസ്തു വിജ്ഞാനീയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെ വ്യക്തതയുള്ള ക്ലാസ്സാണ്. അപ്പോൾ അന്ന് ഞാൻ മറക്കാതെ പഠിച്ചൊരു സാധനമാണ് സാഖ്യചേസു.
ഇംഗ്ലീഷല്ല, ജർമ്മനാണ്. അപ്പോൾ അദ്ദേഹം ജർമ്മനിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, ജർമ്മൻ തിയോളജിയിൽ. അപ്പോൾ സാഖേജീയസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് അന്ന് തന്നെ ഈശോ ഹോണ്ട് ചെയ്ത ഒരു സംഭവമാണ് സാഖേജീയസ്. എന്നുവെച്ചാൽ അർത്ഥം ദ കോസ് ഓഫ് ജീസസ്, കോസ് ഓഫ് ജീസസ്, അതായത് യേശുവിൻ്റെ കാരണം. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? ദ കോസ് ഫോർ വിച്ച് ജീസസ് ഡൈഡ്. എനിക്ക് അവിടെ വെച്ചാണ് ശരിക്കും ഒരു എൻട്രൻസ് കിട്ടിയത് കർത്താവിലേക്ക്. അതായത് എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിയൊഴുക്ക്, എന്താണ്, എങ്ങനെയാണ് വിശ്വാസം ഫയറാക്കണത്, നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കണത്, ക്രിസ്തു ആരാണ്. അത് ക്രിസ്തു വിജ്ഞാനിയും പഠിച്ചപ്പോഴാണ് ദ സാഖേജീയസിൻ്റെ പൊരുൾ, ദ കോസ് ഫോർ വിച്ച് ജീസസ് ഡൈഡ്. കർത്താവ് എന്തിനു വേണ്ടി മരിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി മരിച്ചു, എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം പിന്നീട് എൻ്റെ പ്രാർത്ഥനയും അന്വേഷണവുമായി. അങ്ങനെയാണ് നമ്മളിവിടം വരെ എത്തിയത്. അതാത് കാലങ്ങളിൽ എൻ്റെ അന്വേഷണങ്ങൾക്ക് കൃത്യമായ വഴി ചോറ് തന്ന് അമ്മ എൻ്റെ കൂടെ ദൈവം നിർത്തിയിരുന്നു. എൻ്റെ യാത്രയ്ക്ക്, ഈ ആധ്യാത്മിക യാത്രയ്ക്കുള്ള വഴിച്ചോറ് തന്നുകൊണ്ട് അമ്മ കൂടെ, നമുക്കുള്ള ചോറുമായിട്ട് അമ്മ ഇങ്ങനെ ഈശോ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കണം ഈ ഉടമ്പടിയിലൂടെ. കാര്യം നമ്മുടെ ഹൈൽറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ വസ്തു വിൽപ്പന, അല്ലെങ്കിൽ വിവാഹം, അല്ലെങ്കിൽ മക്കൾ ഇല്ലാത്തവർ മക്കൾ ജനിക്കുക, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് നടക്കുന്ന മഹാകാര്യങ്ങൾ തന്നെയാണ്. ഇതിന് ഡൗട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ദൈവം നമ്മൾക്ക് തരാൻ ആഗ്രഹിക്കണത്. അതാണ് വിഷയം. അത് കണ്ണ് കണ്ടിട്ടില്ലെന്നാണ് പറയണത്. ഇതൊന്നും അല്ല ദൈവം തരാൻ ആഗ്രഹിക്കണത്. ഉടമ്പടിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഒരെണ്ണത്തിലും കിട്ടാൻ സാധ്യതയില്ല. കാര്യം നിങ്ങളിതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, ദൈവമായിട്ടൊരു ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബന്ധമല്ലേ. ഈ ബന്ധത്തിലല്ലേ നമ്മൾ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ഉടമ്പടിയേക്കാൾ മഹത്തായ ഒരു ബന്ധം ദൈവമായിട്ട് സാധിക്കത്തില്ല. ഇപ്പം കാത്തലിക്സ് കുർബാന സ്വീകരിക്കണ പോലും അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്, ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്. ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരണത് അതിൻ്റെ നിയോഗം എന്ന് പറയണത് നിത്യതയാണ്. നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത കത്തോലിക്കൻ കുർബാന സ്വീകരിച്ച ഒരു കഥയുമില്ല. നിങ്ങൾ കുർബാന സ്വീകരിച്ചതിന് ശേഷം അവിടെ പോയി കുത്തിയിരുന്ന് മകളുടെ PR കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പുറത്തുകൊണ്ടിരിക്കുകയല്ലേ. ദാറ്റ് ഈസ് നോട്ട് സെൻസ്. നിങ്ങളുടെ മകൾക്ക് PR കിട്ടാൻ വേണ്ടിയല്ല അവൻ ക്രൂശിക്കപ്പെട്ടത്. അവൻ ക്രൂശിക്കപ്പെട്ടത് എൻ്റെയും നിൻ്റെയും വരപ്രസാദം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ മനുഷ്യപ്രകൃതിക്ക് വന്നുപെട്ടു പോയ വരപ്രസാദത്തിൻ്റെ നഷ്ടത്തെ അവൻ പീഡാനുഭവത്തിലൂടെ അവർ പരിഹാരം ചെയ്തുകൊണ്ട് അവൻ്റെ പീഡാനുഭവത്തിൽ ദൈവം പ്രസാദിച്ചപ്പോഴാണ് കൃപയുണ്ടായിരിക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവ് ഇവൻ്റെ ഈശോയുടെ ഈ പീഡാനുഭവവും കുരിശു മരണവും അത് എന്ത് ആന്തരിക മനോഭാവത്തോടെയാണ് ഈശോ ചെയ്തതെന്നുള്ളതാണ് രക്ഷയുടെ അടിയൊഴുക്കെന്ന് പറയണത്. രക്ഷാകര പദ്ധതിക്ക് അടിയൊഴുക്കുണ്ട്. അതായത് മേലൊഴുക്കമുണ്ട്, താഴെക്കൂടി ഒരു പ്രവാഹമുണ്ട്. ഈശോ ഈ പീഡനങ്ങളെല്ലാം ഏറ്റപ്പോൾ അവനതൊരു കാഷ്വലായിട്ട്, ഇപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവർക്കൊരു തൊഴിലായിട്ടത് പഠിപ്പിക്കാൻ പറ്റും. ഒരു അച്ഛൻ പണിയാണെങ്കിൽ ഒരു തൊഴിലായിട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കൊക്കെ ആൾക്കാർ വരുന്നു, അവരെ കുമ്പസാരിപ്പിക്കുന്നു, ആൾക്കാർ മരിക്കുന്നു, അവരെ അടക്കുന്നു, ആൾക്കാർ കല്യാണം കഴിപ്പിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു. വി ക്യാൻ ഡു ഇറ്റ് ആസ് എ പ്രൊഫഷൻ ആൻഡ് എ ഫങ്ഷൻ. നമുക്കത് ചെയ്യാൻ പറ്റും, അതിന് കുഴപ്പമില്ല. പക്ഷെ അതാണ് ഒഴുക്കെന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയൊഴുക്കുണ്ട്. ക്രിസ്തു ഇത് ചെയ്തപ്പോൾ
ക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനോവികാരം എന്താണ്? അപ്പായോടുള്ള പൊരിഞ്ഞ സ്നേഹത്തിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇത് എപ്പോഴും വരണത് ഇപ്പം കൃപയുടെ ഉറവിടം എന്താണ്? ഇപ്പം ഞാൻ കൃപയുടെ അടിയൊഴുക്കെന്ന് പറഞ്ഞില്ലേ, ഉടമ്പടിയുടെ അടിയൊഴുക്ക് അറിയണമെങ്കിൽ കൃപയുടെ ഉറവ അറിയണം. ഉറവ എന്താ? ഉറവയെന്ന് പറയണത് അപ്പായുടെ പ്രസാദമാണ്, ദൈവത്തിൻ്റെ പ്രസാദം. നിങ്ങളീ പത്രമൊക്കെ കൊണ്ട് നടന്ന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ 0 പ്രസാദത്തിന് കൊടുക്കാൻ പറ്റും, ചിലപ്പോൾ 100 പത്രമോ അല്ലെങ്കിൽ 20 പത്രമൊക്കെ വാങ്ങിച്ച് കൊടുക്കും. അത് നിങ്ങൾക്കൊരു തൊഴിൽ പോയാൽ, നിങ്ങൾക്കൊരു സാധാരണ ഇവിടുന്ന് ഏൽപ്പിച്ച് വിട്ട് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഉടമ്പടി ഫയർ ആകത്തില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വികാരമുണ്ട് ഇത് കൊടുക്കുമ്പോൾ. ഇപ്പം ഈ മഞ്ജൂഷ് ഫിലിപ്പ് സാക്ഷ്യം പറഞ്ഞത് എന്താ? ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 2 കാര്യം ചെയ്തു. എന്താണ്? എന്നോട് 1 കെട്ട് പത്രം വാങ്ങിക്കാനല്ലേ പറഞ്ഞത്, ഞാൻ 16 കെട്ട് പത്രം വാങ്ങിച്ചു. അങ്ങനെ 3 മാസവും 16 കെട്ട് വീതം മേടിച്ചു. ദാറ്റ് മീൻസ് അറൗണ്ട് 300 പത്രം കിട്ടും. ഈ 300 പത്രം വെച്ച് പുള്ളി 1000 പത്രമോടെ വാങ്ങിച്ചു. ഒരു മാസം ഈ ഉടമ്പടി പുതുക്കുന്നതിനുള്ളിൽ 1000 പത്രമാണ് വാങ്ങിച്ചത്. കാര്യം എന്താണ്? ഈ മാസം മുഴുവനും ദൈവം ഉടമ്പടി പരിശുദ്ധ അമ്മയിലൂടെ ഉടമ്പടി ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള പത്രത്തിൽ അതിൻ്റെ 10ാമത്തെ കുറിപ്പിലും അത് തന്നെയാണ് ഉള്ളത്. ഞാൻ എൻ്റെ വിൽപ്പത്രം എഴുതിയപ്പോൾ എൻ്റെ കാലശേഷം കൃപാസനം പത്രം ഏത് പേജിൽ എന്ത് മാറ്റർ വേണമെന്ന് വരെ എഴുതിയിട്ടുണ്ട്. കാര്യം എന്താണ്? ഇനി വരുന്ന ആൾക്കാർക്ക് അത് ബോധമില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇംഗ്ലണ്ടിൽ പോയ കാര്യം എഴുതി വെക്കും ചിലപ്പോൾ. അതോടുകൂടി കർത്താവ് സാധനം വരച്ചു ദൂരക്കളയും. അതാ വിഷയം, കാഴ്ചപ്പാടില്ലാത്ത. അതുകൊണ്ട് അതൊരു നിയമമാക്കിയിരിക്കുകയാണ്. എന്താണ്? ഈശോയെ കൈമാറാൻ വേണ്ടിയാണ് കൃപാസനം പത്രം. ഇപ്പം മഞ്ജൂഷ് ഫിലിപ്പിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? മഞ്ജൂഷ് ഫിലിപ്പിന് സംഭവിച്ചിരിക്കുന്നത് അയാൾക്ക് ആ ബോധം കിട്ടി, ഇത് കർത്താവിനെ കൈമാറാൻ വേണ്ടിയുള്ള കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോഴെന്ത് ചെയ്ത്? ആരും പറയാതെ അയാൾ 1000 കോപ്പി വാങ്ങിച്ചിട്ട് പ്രാർത്ഥനാപൂർവ്വം എല്ലാവർക്കും കൊണ്ടേ കൊടുത്ത്. ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ അധ്യാപകൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമാണ്. എന്താ അതിൻ്റെ അകത്ത് ഉള്ളിൽ ഉദ്ദേശിക്കണമെന്നറിയാമോ? അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് ചെയ്യണത്. നിങ്ങൾ ഇപ്പോഴെന്താ പ്രോബ്ലം? ചില ആൾക്കാർക്ക് ഉടമ്പടി അത് ശരിയായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരും. അപ്പോൾ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു പണ്ടത്തെ ഈ അമ്മാമ്മമാരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ഉറുപറഞ്ചികൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആലപ്പുഴത്തെ ഒരു ഗ്രാമ്യ ഭാഷയാണ് ഉറുപറഞ്ച് എന്ന് വെച്ചാൽ ഒന്നും മുതലാകാത്ത ആൾക്കാർ. അവരെപ്പോഴും അവരുടെ വിഷയം മാത്രം ആയില്ലല്ലോ എന്ന് പറഞ്ഞ് മോന്തം കയറ്റി നടക്കും, കരഞ്ഞു കൂപ്പി നടക്കും. ഒന്നും നടക്കത്തില്ല. നിങ്ങൾ ദൈവത്തെ നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഉടമ്പടി ഉഭയകക്ഷിയാണ്. അത് ദൈവത്തോട് സ്നേഹമുള്ള മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അവഗണിച്ചുകൊണ്ട് ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് കൂടുതലാണ്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പോകാതിരിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും അത് സത്യസന്ധമായിരിക്കാനും വിശ്വസ്തമായിരിക്കാനും വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഈ വിഷയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തോടെ ഉടമ്പടി വിശേഷങ്ങൾ ചെയ്യാൻ ശുശ്രൂഷകൾ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിച്ചത്? ഉടമ്പടി ചെയ്യുന്നവരെ ദൈവസ്നേഹത്തോടെ ചെയ്യണം. അങ്ങനെ ദൈവസ്നേഹത്തോടെയാണ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. പറഞ്ഞ്
ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അതാണ് കൃപയുടെ സ്രോതസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് കൃപ പൊട്ടി ഒഴുകണത്. എന്ത് ചെയ്യണം? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. പറഞ്ഞേ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 12:18 എന്താ പറയണത്? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. അപ്പോഴേ എന്നാ സംഭവിക്കും? എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഈ ആത്മാവിൻ്റെ പ്രസാദമാണ് ഫയറിങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും പറയാം, ഇപ്പം എനിക്ക് ഇമെയിലൊക്കെ കിടപ്പുണ്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നവർ, പിന്നെ വാട്സപ്പിൽ കമൻറ്റ് ചെയ്യും, യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നവർ. ഉടമ്പടി ഫയറായെന്ന് തന്നെയാണ് പറയണത്. ഉടമ്പടി ഫയറാകുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് പ്രസാദിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനം കൂടിക്കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഉടമ്പടി ഫയറാക്കണം. ഞാനതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കും. പറഞ്ഞേ, ഇന്ന് എൻ്റെ ഉടമ്പടി ഫയറാകും. കാരണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കും. അമ്മേ പരിശുദ്ധമ്മേ, സ്വർഗീയ അപ്പായുടെ ഹൃദയം പ്രസാദകരമാക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇതാണ് ഇതിൻ്റെ ഒരു നിഗൂഢത. നമ്പർ 1 എന്താണ്? അപ്പായുടെ മനസ്സ് പ്രസാദാത്മകമാകണം. അതിനെന്ത് ചെയ്യണം? ദൈവസ്നേഹത്തോടെ വേണം ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും അനുഷ്ഠിക്കാനും ആചരിക്കാനും. ക്ലിയർ അല്ലേ? അല്ല, നിങ്ങൾ രാവിലെ ഒരു മെക്കാനിസം, ഒരു യന്ത്രം പോലെ എഴുന്നേറ്റ് ഒരു തിരി കത്തിച്ച് കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി നിങ്ങളുടെ ജോലിക്ക് പോയി, അതുപോലെ തന്നെ വൈകുന്നേരം വന്ന് ഒരു തിരി കത്തിച്ച് പ്രാർത്ഥന. അപ്പോൾ ഈ വൈകുന്നേരം രാവിലെയും തിരി കത്തിച്ച് ഉള്ള പ്രാർത്ഥന മാത്രമല്ല ഉടമ്പടി. ആ പ്രാർത്ഥന എല്ലാം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും 30% നമുക്ക് റിട്ടേൺസ് വരണത്. ഞാൻ എപ്പോഴും പറയുന്ന. പക്ഷെ ബാക്കി 70% ഉണ്ടല്ലോ. ബാക്കി 70% വരണത് എന്താണ് വരണത്? അതിൻ്റെ അകത്ത് പ്രയോഗങ്ങളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. ഇപ്പം വിശ്വാസമാണല്ലോ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഈ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഈ പ്രകടനം പ്രാർത്ഥനയായിട്ടുണ്ട്, പ്രഖ്യാപനമായിട്ടുണ്ട്, പ്രയോഗമായിട്ടുണ്ട്. ഇതെല്ലാം കത്തിക്കണത് എന്താണ്? ദൈവസ്നേഹമാണ് കത്തിക്കണത്. മനസ്സിലായില്ലേ? ദൈവസ്നേഹമാണ് ഇതെല്ലാം. ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ ഒരു വയറ്, ഇപ്പോൾ വയറിലൂടെ നമ്മുടെ ഒരു ഇൻസുലേറ്റഡ് ആയ വയറ്, അതിനകത്ത് കൂടി ചെമ്പ് കമ്പി പോകുന്നു. ഇത് ഇങ്ങനെ വയർ ചെയ്തിട്ടത് കൊണ്ട് മാത്രം നമുക്ക് കറണ്ട് കിട്ടുമോ? അത് നിങ്ങൾ പറ. വയറിങ് കഴിഞ്ഞത് കൊണ്ട് കറണ്ട് കിട്ടുമോ? ഇല്ല. അതിൻ്റെ അകത്തുകൂടി ഇലക്ട്രോണിക്സ് പായിക്കണം. ഇലക്ട്രോണിക്സ് അതിൻ്റെ അകത്ത് കൂടി പായിക്കണം, കണക്ഷൻ എടുക്കണം. അപ്പോഴേ ഇതിനകത്ത് വരുന്ന ആ വയറും, ഇൻസുലേറ്റഡ് ആയ വയറും അതിനകത്തുള്ള ചെമ്പ് കമ്പിയും ഇൻഫ്രാസ്ട്രക്ചറാണ്. എന്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ? ഈ ഇലക്ട്രോണിക്സ് പായിക്കാനുള്ള, ദൈവസ്നേഹത്തെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് വിശ്വാസം വരണത്. വിശ്വാസം ഇപ്പോൾ അവരെല്ലാവരും തൊടുന്നവരെല്ലാവരും അവരെ രക്തസ്രാവക്കാർ. ഈ ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, വിശ്വാസമല്ല എല്ലാം, അത് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമാണ്, വയറിങ് മാത്രമാണ്. അതിൻ്റെ കടയിലുള്ള ചെമ്പ് കമ്പിയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. കണക്ഷനാണത്. വിശ്വാസം കണക്ഷനാണ്. പക്ഷെ വയറിങ് ചെയ്തിട്ടത് കൊണ്ട് ആർക്കും കറണ്ട് കിട്ടത്തില്ല. കറണ്ട് വേറെ വിഷയമാണ്. ഈ വിശ്വാസമുള്ള ആൾക്കാർക്ക് ദൈവസ്നേഹം ഉണ്ടാകണം. നിങ്ങളുടെ വിശ്വാസത്തിന് എന്തുകൊണ്ടാണ് പവർ ചെയ്യാത്തതിൻ്റെ കാരണം വിശ്വാസമുണ്ട്, ദൈവസ്നേഹം ഇല്ല. മനസ്സിലായില്ലേ? ദൈവസ്നേഹം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും?
കർത്താവ് പറഞ്ഞു ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റീഡ് ഇറ്റ്. യോഹന്നാൻ 14:15. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതായത് ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം ഉണ്ടോ എന്നറിയാൻ വേണ്ടി കുറേ ഇൻഡിക്കേറ്റർ ലാംപ്സ് ഉണ്ട്. ഒരാൾക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ. അപ്പം പനി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്താ ഉള്ളത്? ടെർമോമീറ്റർ അല്ലേ. കക്ഷത്തെ വായില കുത്തി കയറ്റി വെച്ചിട്ട് നഴ്സുമാരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി കുറേ ഇൻഡിക്കേറ്റർ ഉണ്ട്. എന്താ ഇപ്പോൾ കൃപാസനം മാതാവിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ എവിടെയാണെന്ന് സണ്ണിയുടെ വീട്ടിലാണ് ചെന്നപ്പോൾ അവിടെ കൃപാസനം മാതാവിൻ്റെ സന്ധ്യയ്ക്ക് ഒരു ചെറിയൊരു ചതുരത്തിൽ മാതാവ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ ഒരു പ്ലഗ്ഗാണ്, ആരോ കൊണ്ടുവന്ന് കൊടുത്താണ് ഇവിടെ. ഇപ്പം തീർന്നെന്ന് തോന്നാം. ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ രാത്രി മാതാവ് ഇരുട്ടത്ത് തെളിഞ്ഞ് നിൽക്കും. എന്നുവെച്ചാൽ അതിൻ്റെ കറണ്ട് ഉണ്ടെന്ന് അറിയാനുള്ള ഇൻഡിക്കേറ്ററാണത്. ഇൻഡിക്കേറ്റർ ഇതുപോലെ ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഇൻഡിക്കേറ്ററുണ്ട്. എന്താ ഇൻഡിക്കേറ്റർ? എൻ്റെ അടുത്തുള്ള സൂചന ഈ ആൾക്ക് ദൈവസ്നേഹമുണ്ട്. എന്താ സൂചന? ഒന്നാമത്തെ സൂചന, ഇയാൾക്ക് നിത്യതയെക്കുറിച്ചുള്ള ആർഡൻ്റായിട്ടുള്ള ചിന്തകളുണ്ടാവും. അതാണ് ഏറ്റവും കാര്യം. വെച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ടെമ്പററി ആയിട്ടല്ല സ്നേഹിക്കണത്. ആണോ? അല്ല. നിങ്ങളിപ്പോൾ നമ്മുടെ എല്ലാ റിലേഷൻസും ടെമ്പററിയാണ്. മക്കളോടുള്ള റിലേഷൻ എന്താ? ടെമ്പററിയാണ്. അമ്മ മരിക്കുമ്പോൾ മക്കൾ കമന്ന് വീണ് നിലവിളിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അടക്കുന്നു, പിന്നെ ഒരു കൊല്ലം കുഴിക്കെ പോയി പ്രാർത്ഥിക്കുന്നു, ചിലപ്പോൾ ഒത്താലായി, ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ടെമ്പററി റിലേഷനേ ഉള്ളൂ. അമ്മയാണെന്ന് പറഞ്ഞാൽ മകളാണെന്ന് പറഞ്ഞാൽ റിലേഷൻ ടെമ്പററിയാണ് കേട്ടോ. ഇത് ഏതാണ്ട് ഭയങ്കര നിത്യ റിലേഷനാണെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത്. അവിടെയല്ലേ കുഴപ്പം വന്നിരിക്കണേ. ദൈവത്തെക്കാൾ വലിയ റിലേഷനാണ് എൻ്റെ ഭർത്താവുമായിട്ട്. നിങ്ങളാണ് എൻ്റെ ദൈവം എന്നൊക്കെ പറയണവരില്ലേ. ഇങ്ങനെ ചുമ്മാ കറങ്ങി അടിച്ച് നടക്കുന്ന കാലത്തൊക്കെ എന്തെല്ലാം പൊട്ടത്തരാണ് മനുഷ്യൻ പറഞ്ഞിരിക്കണേ. ഇതിനെല്ലാം നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആരെ വെച്ചാലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങളുടെ ദൈവം അതുപോലെയുള്ള നിങ്ങളുടെ ഭർത്താവിനെ പോലെയുള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ അപമാനിക്കണം ഇതിനേക്കാൾ വലിയ കാര്യമുണ്ടാകും. അപ്പോൾ ഭർത്താവിനെ കയറി ഭാര്യയെ കയറി ദേവി ദേവാന്നൊന്നും വിളിച്ചേക്കരുത്. അവരങ്ങനെയൊന്നും അല്ല. വേറെ ഉള്ളി മനുഷ്യർ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ചാകും, ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചാകണത്. എന്നാൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. ആവശ്യമില്ലാത്ത ഞാൻ ഭാര്യ ഭർത്താക്കന്മാരോട് പോലും പറയാറുണ്ട്, അമിതമായിട്ടൊന്നും അങ്ങനെ സ്നേഹിക്കാൻ നിൽക്കേണ്ടെന്ന് പറയും. എന്താ കാര്യം? ഇപ്പം ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരെന്താ ചെയ്യണത്? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ സ്നേഹിച്ച് ഭംഗിയായിട്ട് കുഞ്ഞുങ്ങളെയും കൂടി ജീവിക്കാനല്ലേ ഞങ്ങളൊക്കെ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ പറയും, ഒത്തിരി അങ്ങോട്ട് സ്നേഹിക്കേണ്ട കാര്യമില്ല. ഒരു 70% സ്നേഹം കൊടുത്താൽ മതി. എന്താ കാര്യം? ഈ സാധനം കയ്യിൽ നിന്ന് പോകും. കയ്യിൽ നിന്ന് പോകുമ്പോൾ അപ്പം കിടന്ന് നിങ്ങളെ പോയി നിലവിളിച്ചിട്ട് ബോധം കെട്ട് പിന്നിട്ട കാര്യമൊന്നുമില്ല. പോയത് പോയി. അപ്പം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിലേക്ക് കേൾപ്പിക്കാൻ പറ്റും എന്നുള്ള ബോധത്തിൽ വേണം ഭർത്താവിനെയും ഭാര്യനെയും സ്നേഹിക്കാൻ, മക്കളെ സ്നേഹിക്കാനും. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ നിത്യതയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കും. ഇപ്പം മഞ്ജുഷ് സാറ് എന്താ പറയണത്? ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വിനോദങ്ങളും അവസാനിപ്പിച്ചു. എന്താ നമ്മൾ പറയണത്? ഞങ്ങളുടെ റിലേഷൻസ് എല്ലാം അവസാനിപ്പിച്ചു. കുറച്ച് നാൾ ദൈവമായിട്ട് ജീവിക്കാൻ തീരുമാനം. എന്ത് സത്യസന്ധമായിട്ടാണ് വിഷയം സീരിയസ് ആയിട്ട് ആൾക്കാർ എടുക്കണത്. നല്ല എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ് എല്ലാം ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതെന്താ കാര്യം? അവർക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സംഭവം പക്ക സ്ക്രിപ്ചറലാണ്. തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്താൽ, ഇതിൻ്റെ മാത്തമാറ്റിക്സ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ ആകും. ഇതിൽ നമുക്ക് അംബിഗ്വിറ്റി ഒന്നുമില്ല. എന്താണ്? നടക്കുമോ? നടന്നാൽ കൊള്ളാം, നടന്നാലായി. അങ്ങനെ ഒരു സംഭവമില്ല. ഇത് നടന്നില്ല പിന്നെ ഒന്നും നടക്കത്തില്ല. അതാണ് സംഭവം. ഇത് നടന്നില്ലെങ്കിൽ
കാര്യം ഒന്നും നടക്കത്തില്ല. അത്ര കണ്ട് പെർഫെക്റ്റ് ഫോർമുലയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്താ പറയണത്, നിങ്ങൾ ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ് നമ്മുടെ ലക്ഷ്യം. ഗ്രേസ് അല്ല, കൃപ മാത്രമല്ല. കൃപയ്ക്ക് ഉടമ്പടി എടുക്കേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ജീവിക്കുന്നത് അപ്പോൺ ഗ്രേസ് ആണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:16. വായിച്ചോളൂ. അവന്റെ പൂർണ്ണതയിൽ നിന്ന്, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒക്കേഷൻ, ദൈവ വിളിയെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മേൽകൃപയുടെ സ്വീകരണമാണ്. അതിനാണ് ഈ ഉടമ്പടിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചന്ദ്രയാൻ പോലെ തന്നെ സമുദ്രയാൻ വരുന്നുണ്ട്. ചന്ദ്രയാൻ പോലെ തന്നെ ഇപ്പം 400 മീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്ററാണ് നമ്മുടെ ടൈറ്റാനിക്കിൽ തിരക്കി പോയത്. അന്നേരം അവർ സമുദ്രത്തിൻ്റെ മർദ്ദം കൊണ്ട് ആ സമുദ്രയാനം പൊട്ടിപ്പോയി. പക്ഷേ ഇന്ത്യ വിക്ഷേപിക്കാൻ പോണത് 6 കിലോമീറ്റർ താഴെപ്പോഴുള്ള സംഭവമാണ്. 6 കിലോമീറ്റർ സമുദ്രയാൻ പദ്ധതി. ഇപ്പം സൂര്യയാൻ ഇന്നലെ പോയി, ഇനിയിപ്പോൾ സമുദ്രയാൻ വരുന്നു. അപ്പം ഇങ്ങനെ നാട് തിളങ്ങുകയാണ് നമ്മുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്താ കാര്യത്തിൽ ഇന്ത്യക്കാരന് ഒരു അഭിമാനമുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ ചുമ്മാ കച്ചറ ആൾക്കാരല്ല. നമ്മുടെ മുമ്പിൽ സെല്യൂട്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടാകും. ലോകം കൈയിട്ടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ ഇതിൻ്റെ ഒരു ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്, ആദ്യം നിങ്ങളെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണം. ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കാതെ ഈ ഉടമ്പടി അതിൻ്റെ ഫുള്ളായിട്ട് ഫ്ലഡ്ജിൽ വരത്തില്ല. ഉടമ്പടി ഫെയർ ആകും. അത് നമ്മളെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മേൽകൃപയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അപ്പോൺ ഗ്രേസ് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗ്രേസ് കൃപ എന്ന് പറയുന്നത് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ്. 2 കൊറിന്ത്യൻസ് 12:9 എന്താണ്? പവർ ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ പവറാണ്. അപ്പോൾ ഈശോ തൻ്റെ പീഡാനുഭവത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, പിതാവിനെ മഹത്വപ്പെടുത്തിയതിലൂടെ, പിതാവിൻ്റെ മഹത്വം, ഏകജാതിൻ്റെ മഹത്വം രക്ഷാകര നടപടികളിലൂടെ അത് 10 മടങ്ങായിട്ട് വർദ്ധിക്കപ്പെട്ടപ്പോൾ വലിയൊരു കൃപയുടെ പവർ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടാപ്പ് ചെയ്യണത്. ഇത് ടാപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഓരോ അംശവും ടെക്നിക്കലായിട്ട് നിങ്ങൾ ടെക്നിക്കലായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ആദ്യമേ തുടങ്ങേണ്ടത് തന്നെ ദൈവസ്നേഹത്തിൽ ഓരോ ആഴ്ചയിൽ നിങ്ങളൊന്ന് നോക്കണം. ഇൻഡിക്കേറ്ററാണ്. എന്താണ്? നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടെങ്കിൽ എന്താണ്? നിത്യതയെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കും. എല്ലാ ദിവസവും നിത്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ല. ചുമ്മാ കാനഡയിൽ പോയി പുട്ടടിച്ചാൽ മാത്രം മതിയെന്ന് ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. മനസ്സിലായില്ലേ? നിത്യതയെക്കുറിച്ച് ചിന്തയില്ല. IELTS പാസ്സായി കാനഡയിൽ പോയി പുട്ടടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാനഡ UK ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. ഐ നോ യു have no love of God. Take the bed of God. യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം. എങ്ങനെയുണ്ട് പരിപാടി? കേട്ടില്ലേ? പണി പാലം വെള്ളത്തിൽ വരുന്നുണ്ട്. പറഞ്ഞ നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അതാണ് പ്രശ്നം. എങ്ങാനും അങ്ങനെ ഒരു നോട്ട് പച്ച മഷി ചുവപ്പ് മഷിക്ക് ഇട്ടാൽ നിങ്ങളുടെ ഉടമ്പടി കുളമാവും. ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. കേട്ടില്ലേ? യോഹന്നാൻ 5:42 എന്താ പറയണത്? ഈശോ പറഞ്ഞ വാക്കാ. ഐ നോ യു, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് എന്തില്ല? ആരോഗ്യമില്ല, കണ്ണില്ല, കാഴ്ചയില്ല, മുടന്തില്ല, ആവതില്ല. അതൊക്കെ എന്തെങ്കിലും ഇല്ലെങ്കിൽ കർത്താവ് പരിഹരിക്കും.
പക്ഷേ പരിഹരിക്കാൻ പറ്റാത്ത നമ്മൾ തന്നെ പരിഹരിക്കേണ്ട സംഭവമുണ്ട്. എന്താണത്? ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം. യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. കർത്താവേ, ഞാൻ ഉടമ്പടി 5 പുതുക്കിയതാണ്. അപ്പോൾ കർത്താവ് പറയും, എനിക്ക് നിങ്ങളെ അറിയാം, 10 പുതുക്കിയാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല, കാരണം നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയെ ഫയറാക്കുന്ന ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. മക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് നോട്ട് ടെമ്പററി. പ്രീഡിയോ കാര്യം എന്താണ്? ദൈവം നിത്യതയുടെ ആളാണ്. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ആ ദൈവസ്നേഹമുള്ള വ്യക്തിക്ക് ദൈവത്തോടുള്ള സ്നേഹം ടെമ്പററി ആയിരിക്കത്തില്ല, താൽക്കാലികമല്ല. എന്താ കാര്യം? ദൈവം ഒരു തൽക്കാലൻ അല്ല. നമ്മളൊക്കെ തൽക്കാലന്മാരാ, ദൈവം തൽക്കാലനല്ല. നിത്യതയായത് കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ നിത്യതയോളം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. കൈയടിച്ച് കർത്താവ്. അപ്പോൾ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ട്. ദാറ്റ് മീൻസ് നിത്യതയെക്കുറിച്ചുള്ള സ്നേഹമാണ് ഒരു ഇൻഡിക്കേറ്റർ. എന്തിൻ്റെ ഇൻഡിക്കേറ്റർ? നിങ്ങളിൽ ദൈവസ്നേഹം ഉണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താ? ദൈവസ്നേഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? സൂചന എന്താണ്? യോഹന്നാൻ 14:15 എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. അപ്പോൾ വചനം പാലിക്കുമെന്ന് അർത്ഥം. വചനം എന്തിനുള്ളതാണ്? പാലിക്കാൻ. അല്ല 3000 പ്രാവശ്യം വചനം എഴുതാനുള്ളതല്ല. എഴുതിക്കോ, പാലിക്കാൻ വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. എഴുതാൻ വേണ്ടി വചനം എഴുതിയിട്ട് കഥയൊന്നുമില്ല. മനസ്സിലായില്ലേ? കാര്യം ഇപ്പം ഇന്നലെ ആ മഞ്ജു സാറിൻ്റെ സാക്ഷ്യം, ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ, ആ മനുഷ്യൻ ഒരു ഉടമ്പടിക്കാലം കൊണ്ട് 90 ദിവസം കൊണ്ട് 15 തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് കേൾക്കും. 15 തവണ ഉടമ്പടിക്കാലത്ത് 15 തവണ വചനം വായിച്ച് കേൾക്കും. അപ്പോൾ ഈ ഉടമ്പടി എടുത്തിട്ടുള്ള എത്ര പേര് അച്ഛൻ പറഞ്ഞ പോലെ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം വചനം വായിക്കുന്നുണ്ട്? ഒന്ന് ഉള്ളവരെ കൃത്യമായിട്ട് ഉള്ളവരെ കൈവെക്കാവും. ഒന്ന് കൈവെക്കേ. ഒത്തിരി പേര് കൈ പൊക്കണില്ല. എന്താ കാര്യം? നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കുന്നില്ല. നിങ്ങൾക്കത് റിസ്ക്കായിട്ട് തോന്നും, ഭാരമായിട്ട് തോന്നണം, അല്ലേ? ഭാരം. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വന്നിരിക്കുന്നത്? ഇപ്പം അരമണിക്കൂർ വചനം വായിക്കണം, അത് ഉടമ്പടി നിബന്ധനയുള്ളതാണ്. ഇപ്പം കൈവെക്കാൻ പറഞ്ഞപ്പോൾ ഒരു 20% പേരാണ് അരമണിക്കൂർ വചനം വായിക്കുന്നവരുള്ളത്. ബാക്കി 75% പേര് വായിക്കുന്നില്ല, വചനം വായിക്കണില്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നണം. വചനം വായിക്കുന്നത് ഭാരമാണ്. ഈ ഭാരം എന്തുകൊണ്ടാണ് വരണത്? ഒരു വിഷയം ഭാരമാകണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ എന്നോട് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു 50 കിലോന് ഇവിടെ വെച്ചേക്കാണ്, എന്നോട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭാരമല്ലേ? അത് എടുക്കാൻ പൊങ്ങത്തില്ല, ഇല്ല, അതിനുള്ള ആവത് എനിക്കില്ല. അപ്പം നിങ്ങൾക്ക് അരമണിക്കൂർ വചനം വായിക്കാൻ ആവതില്ലെന്ന് എൻ്റെ അർത്ഥം. ബലമില്ല. ഈ സാറ് ആ സമയത്ത് എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാം? 15 തവണ ഈ സംഭവം വായിച്ചു. എന്താണ്? വചനം വായിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഓഡിയോ ഇട്ടിരിക്കുകയാണ് 24 മണിക്കൂറും. വചനത്തിൻ്റെ ഓഡിയോ ഇട്ടിരിക്കുകയാണ്, സമ്പൂർണ്ണ ബൈബിളിൻ്റെ. എന്നിട്ട് അപ്പനും മക്കളും എല്ലാം ഇതിൽ ഈ വചനം കേൾക്കുന്ന ഒരു അഭിഷേകത്തിലാണ്. അത് കാരണം അപ്പം വചനത്തോടുള്ള സ്നേഹമാണത് വരണതേ. വചനത്തോടുള്ള സ്നേഹം കൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കരുന്ന്. കുഞ്ഞുങ്ങൾ മൊബൈൽ കുത്തണേ എന്ന് പറഞ്ഞ് അമ്മമാർ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തലക്കുടിപ്പിക്കും. അച്ഛാ, ഇവൻ എപ്പോഴും മൊബൈലിൽ കളിയാണ്. ഈ സാറിൻ്റെ മക്കൾ മൊബൈലിൽ കളിയാണെന്ന്. എന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തില്ല അയാൾ എന്ത് ചെയ്ത്? കർത്താവിൻ്റെ വചനം കൊണ്ടുവന്ന് വീട്ടിൽ ഓൺ ചെയ്തിട്ട് 24 മണിക്കൂർ രാത്രി കിടന്നുറങ്ങുമ്പോഴും വചനം ഓണായിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഭിഷേകം കിട്ടി. അവരിതൊക്കെ മാറ്റിയിട്ട് വചനം വായിക്കാൻ കേൾക്കാൻ തുടങ്ങി. അതിനാണ് വിഷയം. ഇതിന് നമുക്കൊരു മിനിമം ദൈവസ്നേഹം വേണം.
ഉടമ്പടി ദൈവസ്നേഹത്തിൻ്റെ ഒരു പദ്ധതിയാണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എനിക്ക് ആന്തരിക അഭിഷേകം തരണമേ. ഉണ്ടോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, അല്ലേ? നിത്യതയ്ക്കുള്ള പ്രശ്നം എന്താ അറിയാമോ? നിത്യത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ചില ടെമ്പറാലിറ്റീസ്, ചില ഭൗതികമായ ആനുകൂല്യങ്ങൾ, നമുക്ക് ന്യായമായിട്ട് അവകാശമായിട്ടുള്ള സംഭവങ്ങൾ തന്നില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾ ദൈവസ്നേഹത്താൽ അത് ദൈവത്തിൻ്റെ നാമത്തിന്, കർത്താവിൻ്റെ തിരുമനസ്സിന് നിങ്ങൾ കാഴ്ചവെക്കുന്നു. ഇത് നമ്മൾക്ക് മാറിക്കിട്ടുന്ന സ്ഥലമാണ് നിത്യത. അച്ഛൻ കുറഞ്ഞ മനസ്സായ ഇപ്പം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ന്യായമായ അവകാശമായുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് തരേണ്ടതാണ്. കാരണം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സഹപ്രവർത്തകർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പം നിങ്ങളോർക്കും ചില മുണ്ണകൾ വിചാരിക്കും ദൈവം ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ ബുദ്ധിയും ബോധവും ഉള്ളവർ, പരിശുദ്ധാത്മാവ് ഉള്ളവരെന്ന് പറഞ്ഞാലേ പരിശുദ്ധാത്മാവ് എങ്ങനെ ഉണ്ടാകണമെന്ന് അറിയണം ആദ്യം. ആ 14-15 വായിച്ചേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇവിടെയാണ് പ്രശ്നം വന്നത്. കവനന്റും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം അതാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 14-15 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതാണ് ഉടമ്പടി. അവൻ പറയണ പോലെ ചെയ്യും. ഈ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കാൻ അവിടുന്ന് ഒരു മറ്റൊരു ആശ്വാസകനെ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യും. കരിസ്മാറ്റിക് കാലം കഴിയുമ്പോഴാണ് ഈ കവനന്റെ കാലം, ദൈവമായിട്ട് കരാർ ചെയ്ത് ജീവിക്കുന്ന ഒരു കാലം വരണത്. ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന, ഒന്ന് പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളുടെ ആയിരിക്കും മറ്റൊരു ആശ്വാസകനെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്യും. അപ്പോൾ കൽപ്പനകൾ, ഇപ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിൽ നമ്മൾ അവസാനമാണ് ആൾക്കാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അല്ലേ? ക്ലിയർ അല്ലേ? അല്ലേ പിന്നെ നിങ്ങൾ എന്തുമാത്രം വളരേണ്ടതാണ്. കവനണ്ടിൽ ആ സാധനം പോകത്തില്ല. എന്താ കാര്യം? കവനണ്ടിൽ കവിവെപ്പ് പ്രാർത്ഥനയിലൂടെ അല്ല പരിശുദ്ധാത്മാവിനെ കിട്ടണത്. പിന്നെ അവൻ പറയണത് പോലെ ചെയ്യുന്നതിലൂടെ. കൈയിടിച്ച് കർത്താവ് അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഓരോ കാര്യങ്ങളും കർത്താവ് പറയണ പോലെ നിറവേറ്റുമ്പോഴേ നമുക്ക് എന്താ ലഭിക്കണത്? പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മളുടെ ലക്ഷ്യം എന്താണ്? യോഹന്നാൻ 1:16 മേൽകൃപയാണ് ലക്ഷ്യം. അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപ. ഈ മേൽകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർജിത കൃപയാണ്. ഒരു വ്യക്തി ആർജിക്കുന്ന കൃപയാണ്. മനസ്സിലായില്ലേ? സാധാരണ നമുക്ക് പരിശുദ്ധാത്മാവ് കിട്ടുന്ന കൂദാശ വഴിയാണ്. അടിസ്ഥാന കൃപ. അടിസ്ഥാന കൃപയിലൂടെ നമുക്ക് സാധാരണ കേവല കൃപ കിട്ടും. കൃപയ്ക്ക് മേൽകൃപ കിട്ടുന്നത് എന്താണ്? ആർജിത കൃപയാണ്. കവനൻ്റെ ലക്ഷ്യം വെക്കണത് എന്താണ്?
അടിസ്ഥാന കൃപയല്ല. അടിസ്ഥാന കൃപ ഓൾറെഡി നമ്മൾ അതിൻ്റെ എല്ലാ അതിൻ്റെ പരിക്കുകളെല്ലാം പരിഹരിച്ച് റിപ്പയർ ചെയ്ത് കൂദാശ ജീവിതത്തിലൂടെ കൃത്യമായി നമ്മൾ അടിസ്ഥാന കൃപയുടെ ചാലുകളെല്ലാം ആദ്യമേ കോരും. അതിന് ശേഷമാണ് നമ്മൾ ആർജിത കൃപയിലേക്ക് പോണത്. ആർജിത കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും മുന്തിയ നിലവാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ, കൃപയ്ക്കുമേൽ കൃപയായ ആർജിത കൃപ പ്രാപിക്കുവാൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കുമെന്ന് അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ദൈവ സംസർഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവ വിനിമയത്തിൻ്റെ ഒരു കാലമാണ് നമ്മൾ ഉടമ്പടിയിലൂടെ വാതിൽ തുറക്കുന്നത്. വിനിമയത്തിൻ്റെ കാലം എന്താ വെച്ചാൽ ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവം ബിവെയർ ഓഫ് ഒക്കേഷൻസ്, അവസരങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക. പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ ഓർത്തിരിക്കുന്ന സംഭവമാണ്. വാട്ട് ഈസ് ഇൻ്റലിജൻസ്? വാട്ട് ഈസ് ഇൻ്റലിജൻസ്? എന്താണ് ബുദ്ധി? അത് സൈക്കോളജിയുടെ സബ്ജക്റ്റാണ്. എന്താണ് ബുദ്ധി? ഇൻ്റലിജൻസ് ഈസ് ആൻ എബിലിറ്റി ടു അഡാപ്റ്റ് അക്കോർഡിംഗ് ടു ദി സർക്കംസ്റ്റൻസ്. അതാണ് ബുദ്ധിയുടെ ഇപ്പം നിലവിലുള്ള ഡെഫിനിഷൻ. എന്താണ് ബുദ്ധി എന്ന് പറയണത്? ഇറ്റ്സ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ്. ഒരു സാഹചര്യം വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ബുദ്ധി എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസിൽ വരുന്ന വിഷയം. ഗ്രേസ് എന്ന് പറയുന്നത് കൃപ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ്. കൃപയ്ക്ക് മേൽകൃപ. ഈ മേൽകൃപ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രേസ് മേക്കിംഗ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ്. അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്, കൃപ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ബുദ്ധിപരമായ വിനിമയമാണ്. ഒരു അവസരങ്ങളോട് ഒരു വിശ്വാസി എങ്ങനെ പ്രതികരിക്കുന്നു, അതിലൂടെയാണ് അക്വയർഡ് ഗ്രേസ് ഉണ്ടാകുന്നത്. ആർജിത കൃപ അവസരങ്ങളോട്. ഇപ്പം ലൂക്കാൻ്റെ സുവിശേഷം എടുത്തേ 21:13 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 21:13. ഏറ്റവും ലൂക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവസരം കണ്ട, ഒക്കേഷൻ. ഇത് നിങ്ങൾക്ക് പറഞ്ഞേ, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇതാണ് ഈ അവസരത്തെ ബുദ്ധിപൂർവമായിട്ട് നമ്മളെ സമീപിക്കാൻ കഴിയണം. അവസരം ഇപ്പം നിൻ്റെ ഭാര്യ വഴക്കിട്ട് വീട്ടിൽ പോയി, നിൻ്റെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും, അവളുടെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും. ഇപ്പോൾ അവൾ വീട്ടിൽ പോയി അവിടെ ഇരിക്കുകയാണ്. അവളെ കുഞ്ഞുങ്ങളെ മരിച്ചുകൊണ്ട് നീ വീട്ടിൽ വന്നപ്പോൾ ഭാര്യയുമില്ല കുഞ്ഞുങ്ങളുമില്ല, അവൾ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ നീ എന്ത് ചിന്തിക്കണം? എന്താ നീ ഉടനെ എന്ത് ചെയ്യും? നീ നിനക്ക് പിശാചാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ആരെങ്കിലുമായിട്ട് പെൺപിള്ളേരുമായിട്ട് സംസാരിക്കണ ഒരു ഓഡിയോ അവൾക്ക് അയച്ചു കൊടുക്കും. അച്ഛാ നീ ഇങ്ങനെ ഒപ്പറായിട്ട് തരം കാണിച്ചാൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുമെന്നാണ് നീ അവളോട് പറയണത്. അത് മാനുഷികമാണ്. എന്താണ്? കൊല്ലാനും നശിപ്പിക്കുവാനാണ് കള്ളൻ വരുന്നത്. കള്ളം വരണ ഭാര്യ വഴക്കിട്ട് പോയപ്പോൾ ഒരുത്തം കാണിക്കുകയാണ്, അവൻ്റെ പഴയ ഒരു അക്കൗണ്ടിൽ നിന്ന് അവൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്, അവൻ്റെ പഴയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവളുടെ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുക്കും. എന്താ? നീ അഭ്യാസം കാണിച്ചാൽ അതിനേക്കാൾ വലിയ അഭ്യാസം ഞാൻ കാണിക്കുമെന്നാണ് ഇവൻ പറയണത്. പക്ഷേ ഈ പോഴൻ അവസരത്തെ ദുർവിനിയോഗിക്കണം. കണ്ട, ഇതല്ല വിഷയം. ഈ വിഷയം ഇവൻ ശരിക്കും പറഞ്ഞ ഈ അവസരം ശരി, അവൾ പോയി, നിൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഇല്ല, അവളുടെ കയ്യിലാണ് മിസ്റ്റേക്ക്. നീ ഇല്ലാത്തപ്പോൾ നിൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവിടെ
അമ്മയോട് പോലും ചോദിക്കാതെ തന്നെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പം നിൻ്റെ ചിറ്റപ്പനും ആൻറ്റിയും ഒക്കെ രംഗത്ത് വന്നു. അപ്പോൾ അവൾ പോയപ്പോൾ നാട്ടിൽ വേറെ പെണ്ണ് കിട്ടുമെന്ന് പറയും. അടുത്ത പിശാചവനാണ് വേണ്ട, അടുത്ത പിശാചവനുണ്ട്. ഈ നിൻ്റെ ആൻറ്റിയും ചിറ്റപ്പനും കൂടെ വന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞാൽ അവൾ വന്നപ്പോഴത്തെ എനിക്ക് മനസ്സിലായി അവൾ പിഴയാണെന്ന്. അപ്പം നിനക്ക് തരുന്ന നോട്ടതാ. അവൾ പോട്ടെ കൊള്ളാം, കല്യാണം ഇതുപോലെ എന്തുമാത്രം വേണമെങ്കിൽ വീട്ടിൽ ഇപ്പോണ്ടത്. അപ്പോഴേ നിനക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളവരെ വിട്ടുപോരാം. നീ ഉടമ്പടി എടുക്കുമ്പോൾ നിന്നെ വഴിതെറ്റിക്കുന്നവരെ നീ വിട്ടുപോരേണ്ടി വരും. ഓൾഡ് റിലേഷൻസ്, നിന്നെ ക്രിസ്തുവിൽ നിന്ന് വഴിതെറ്റിക്കുന്ന വ്യക്തികളെ. എനിക്ക് തോന്നുന്നത് 2 കൊറിന്തോസ് 6:17 എടുത്തേ. 2 കൊറിന്തോസ് 6:17. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അതെ, നിന്നെ ദുഷ്ട ഉപദേശം നൽകി ഉള്ള കൃപ കൂടി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരുണ്ട്. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത്? നിനക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം. യോഹന്നാൻ 10:10 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 10:10 മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇളയച്ചൻ വരുന്നത്, കൊച്ചാപ്പൻ വരുന്നത്, ചിറ്റമ്മ വരുന്നത്, ആൻറ്റി വരുന്നത് ഒത്ത പോക്കാണെന്ന് പറഞ്ഞത്. നിങ്ങൾ അവരെ വിട്ട് പോരാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം തന്നെ കൽപ്പന എന്താന്ന് നോക്കിയേ, വായിച്ചേ. 1 കൊറിന്തോസ് 14:1 സ്നേഹമായിരിക്കട്ടെ. പറഞ്ഞേ, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ വാശിയല്ല, വൈരാഗ്യമല്ല, വെറുപ്പല്ല, ഒന്നുമല്ല. ഇവിടെ ചിലപ്പോൾ തോറ്റു കൊടുക്കേണ്ടി വരും. കാര്യം എന്താണ്? നീ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്ഥാനം, നീ ഏറ്റെടുത്തിരിക്കുന്ന കൃപ തോറ്റവൻ്റെതാണ് അല്ലേ? തോറ്റവൻ്റെ ഉടമ്പടിയാണ് നീ ചെയ്തിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ ചിലപ്പോൾ തോറ്റെന്നിരിക്കും, പക്ഷേ ഈ തോൽവി അന്ത്യമല്ല. കൈയടിച്ച് കർത്താവ് ഇതിൻ്റെ വിഷയം. ഇത് ദൈവം ഒരുക്കുകയാണ് ശരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു കേസ് ഹിസ്റ്ററി പറഞ്ഞില്ലേ, ഹസ്ബൻഡിനെ വഴക്ക് ഇല്ലാത്ത സമയത്ത് ഹസ്ബൻഡ് അമ്മയോട് പോലും പറയാതെ അവൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നീ എന്താ ഉപയോഗിക്കുമ്പോഴാണ് നിൻ്റെ വീട്ടുകാരും നാട്ടുകാരും വന്ന് പറയണത് നിന്നെ പിശാചിൻ്റെ ഉപകരണങ്ങളായിട്ട് മാനുഷികമായ വാശിയും വൈരാഗ്യമാണ് പറയണത്. എടാ പോത്തെ, നീ അവിടെ ചെന്ന് അപ്പോൾ നീ പറയും ഞാൻ ചെന്ന് വിളിക്കട്ടെ, കുഞ്ഞുങ്ങളെ കാണാതെ പറ്റണില്ലെന്നൊക്കെ പറയുമ്പോൾ എടാ നീ എന്ത് വിഡ്ഢിയാണ്, നീ എന്നെ വിളിച്ചാൽ ഇനി അവൾ ഇതിൻ്റെ അപ്പുറത്തെ കാണിക്കും. അതിൻ്റെ അപ്പുറത്ത് അത് മനുഷ്യൻ്റെ ഉപദേശമാണ്. ദൈവത്തെ അറിയാൻ പാടില്ലാത്ത പേപ്പട്ടികൾ നിങ്ങളെ എങ്ങനെയും വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. പേപ്പട്ടികളെ അത് ചിറ്റപ്പനായാലും ആൻറ്റി ആയാലും ശ്രദ്ധിക്കരുത്. നിങ്ങൾ അവരെ വിട്ടു പോരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1 കൊറിന്തോസ് 6:17 നിങ്ങൾ അവരെ വിട്ടു പോരൂ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുപോരാൻ ഈശോ പറയും നിങ്ങൾ അവരെ വിട്ടുപോരേണ്ടവരെ വിട്ടുപോരുക തന്നെ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഒഴിവാക്കണമെന്നല്ല, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ അവരെ ഈശോ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അവരെ വിട്ടുപോരൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധന്മാരാണ്. 15:14 അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ നിങ്ങളെ കുഴി കൊണ്ട് ചാടിക്കാൻ മാത്രം ക്രിസ്തുവിനെ മാറ്റി നിർത്തി, ദൈവത്തിൻ്റെ സ്നേഹത്തെ മാറ്റി നിർത്തി ആര് ഉപദേശം തന്നാലും അത് അന്ധന്മാരാണ് തരണത്. അന്ധനെ നയിച്ചാൽ എന്ത് പറ്റും? രണ്ടുപേരും കുഴി വീഴുമെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുഴി വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നു പറയുമ്പോൾ ചിലപ്പോൾ അവർ തോന്നിവാസം ഇങ്ങോട്ട് പറയും. അപ്പോൾ നമുക്ക് അവർ നമ്മൾ ചെയ്യാത്ത കാര്യമൊക്കെ അവർ പറയണത്, ഇവൾ പറഞ്ഞിരിക്കുന്ന കുശുമ്പും കുഞ്ഞായ്മയും തോന്നിവാസമായിരിക്കും കേട്ടിട്ടായിരിക്കും അവരിങ്ങോട്ട് വിളമ്പണത്. പക്ഷേ നമ്മളൊന്നും മിണ്ടത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് വെച്ചാൽ സാധാരണ ഒരു വെല്ലുവിളിയാണ്. ഇവിടെ എന്താണ്?
ഇവിടെയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. കൂദാശയുടെ ബലമുണ്ട്. ക്രിസ്തുവിനെ പിരിയരുത്, കാരണം നിത്യതയാണ് ലക്ഷ്യം. കൈയടിച്ച് ഓർപ്പിച്ച് തരണം. ഇപ്പോൾ ഈശോ നേരത്തെ എന്താ പറഞ്ഞത്? സ്നേഹത്തിൻ്റെ ഇൻഡിക്കേറ്റർ അല്ലേ? സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? എന്ത് സംഭവിച്ചാലും നിത്യതയെക്കുറിച്ച് ചിന്തിക്കും. അയാൾക്ക് ദൈവസ്നേഹം ഉണ്ട്. രണ്ടാമത്തെ എന്താ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പന പാലിക്കുമ്പോഴെന്താണ്? കൽപ്പന എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അതാണ് പ്രശ്നം. നിങ്ങളെ പരസ്പരം സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കണത്. അത് മഹാത്മാഗാന്ധിക്കും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പറഞ്ഞിരിക്കണത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച കാര്യം കാണുമ്പോൾ അറിയാമല്ലോ. ഈ കുരിശുരൂപം എന്തുകൊണ്ട് അൾത്താരെ വെക്കണത്? അൾത്താരെ വെക്കണത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്താണെന്ന് കാണിക്കാനാണ് സഭയെ. ഞാനെങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുരിശുരൂപം അൾത്താരെ വെക്കണത്. തുണിയില്ലാതെ ഒരു വിറക് കഷ്ണത്തെ ഇനി ഒന്നും കയ്യിലില്ല. ആരുടെ കയ്യിലില്ല? യേശുവിൻ്റെ കയ്യിലുമില്ല, പരമപിതാവിൻ്റെ കയ്യിലുമില്ല എന്ന് പറയുന്ന ബൈബിൾ ഭാഗമുണ്ട്. എന്താണ്? നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നൽകിയില്ലേ? ഇപ്പോൾ യേശുക്രിസ്തുവിനെ പോലും 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? വല്ലാത്ത വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണിത്. എന്താണ്? സ്വപുത്രനെ പോലും. ആ പോലും എന്നുള്ള വാക്കിനാണ് എക്സ്ട്രാ അനോയിൻറ്റിങ് ഉള്ളത്. എന്താണ്? സ്വപുത്രനെ പോലും, ക്രിസ്തുവിനെ പോലും നമുക്ക് വേണ്ടി. അപ്പോൾ എന്തുമാത്രം പരമപിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും നശിക്കാൻ, ഈശോയെപ്പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, നമ്മളൊരിക്കലും നശിക്കാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല. ഏതെങ്കിലും വഴിയിലൂടെ നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ നിന്നെ വീണ്ടെടുക്കും. കൈയടിച്ച് കർത്താവ് ഇപ്പം ഈശോ എന്നാ സംസാരിക്കണത്? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കൃപയ്ക്ക് മേൽകൃപ. അതിനെന്താ ചെയ്തിരിക്കണത്? അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ജീവിതത്തിലുണ്ടാകുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ഇങ്ങനെയാണ് കൃപ, ആർജിത കൃപ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ്. ആർജിത കൃപയെന്ന് പറയണത് ബുദ്ധിപരമായൊരു വിനിമയമാണ്. അവസരങ്ങളെ ഇതാണ് അവസരം എന്ന് നമുക്ക് പറഞ്ഞു തരണത് ആരാണ്? പരിശുദ്ധാത്മാവ്. 14:26 യോഹന്നാൻ 14:26 എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അവസരങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നായി പറയണത് മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ റോള് കവനൻ്റിൽ ഭയങ്കരമാണ്. നിങ്ങൾ കവനൻ്റിലായിക്കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണ്? ആ പരിശുദ്ധാത്മാവ് അവസരങ്ങളെ അനുസ്മരിപ്പിക്കും. ടാപ്പിംഗ് ടൈം പറയും, കൃപയുടെ ടാപ്പിംഗ് ടൈം പറയും. ഇപ്പോൾ ആ പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ലേ? അതാ. അപ്പോൾ ഇവനോട് എന്താ പറഞ്ഞിരിക്കണത്? അവൻ്റെ അമ്മ പറഞ്ഞിരിക്കണത്, എന്നെപ്പോലും ഞാനിവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവളെ ഇനി വിളിക്കാൻ നീ പോകണ്ട, ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാകത്തില്ലെന്നാണ് അമ്മ പറയണത്. അവരെ തോട്ടുമുള്ളിൽ തൊഴിക്കുകയാണ്. കൂദാശയും അമ്മ കാര്യമൊന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല. അവർ തോട്ടുമുള്ളിൽ തൊഴിക്കുകയാണ്. എങ്ങനെ ഈ സാധനത്തെ വിഘടിച്ചിട്ട് അവളെ വീട്ടിൽ നിർത്താമെന്നാണ് ഈ പണ്ടാരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാധനത്തിനൊക്കെ ഇവരമ്മയാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ ബാധ്യസ്ഥമില്ല. എന്നെക്കാളുപരി സ്വന്തം മാതാവിനെ പിതാവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ലെന്ന് കൈയടിച്ച് തീരുമാനിക്കുന്നവൻ യേശുവിൽ തീരുമാനിക്കുക. തീരുമാനിക്കുന്നവൻ
നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുന്ന കൊണ്ടാണ് ഇപ്പം ക്രിസ്തുവിൻ്റെ പല പ്രബോധനങ്ങളും സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഈ ലോകത്തിന് വേണ്ടിയുള്ള പ്രബോധനങ്ങളല്ല. നിന്റെ വലത് കർണത്തടിക്കണവന് ഇടത് കർണം കാണിക്കാൻ പറയണില്ലേ? എന്തുകൊണ്ടാണ്? നീ അടിക്കണവന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി? നില ക്രോധമായി, വൈരാഗ്യമായി, നിൻ്റെ ആത്മാവിന് കറയായി, നിനക്ക് നിത്യത നഷ്ടമായി. നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് അവസാന നിമിഷം വരെ രക്തം ചിന്തറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷമ ഇത്രയും വരെ ആകാം. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. Hallelujah, 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 hallelujah. യേശുവേ നന്ദി. Hallelujah, hallelujah. വൈബ്രേഷൻ കണ്ടില്ലേ? ഇത് കർത്താവിൻ്റെ ഓരോ വചനങ്ങളും ലക്ഷ്യം വെക്കുന്നത് കൈച്ചൂണ്ടിയാണ്. വചനങ്ങളെല്ലാം നിത്യതയുടെ കൈച്ചൂണ്ടികളാണ്, കൈച്ചൂണ്ടികൾ. അതുകൊണ്ടാണ് വചനം, പ്രത്യേകിച്ച് വചനം കഠിനമാണെന്ന് കണ്ടാൽ ഓർക്കുക, അത് ഈ ലോകത്തിന് വേണ്ടിയുള്ള വചനമല്ല. സിമ്പിളായിട്ടുള്ള വചനമാണ് ഈ ലോകത്തിന് വേണ്ടിയുള്ളത്. ഇപ്പം ദിവ്യകൃപാനെക്കുറിച്ചുള്ള വചനം കഠിനമാണ്. എന്താ കാര്യം? ദിവ്യകൃപാന നിത്യതയുടെ ഭക്ഷണമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സംഭവിക്കണത് അതായത് നിത്യതയെ നിങ്ങൾ സ്നേഹിക്കാൻ ആദ്യം തീരുമാനിച്ചാൽ ബാക്കിയെല്ലാം എളുപ്പമാകും. നിങ്ങൾ നിത്യതയെ ഒരു ജീവിത ലക്ഷ്യമായിട്ട് കണ്ടാൽ ബാക്കിയെല്ലാം എളുപ്പമാകും. മനുഷ്യൻ്റെ ഇവിടുത്തെ ഭാരം എന്താണ്? നിത്യതയെ അവൻ അവഗണിക്കുന്നതാണ് മറ്റെല്ലാം ഭാരമായി മാറണം. നമുക്ക് നിത്യതയെ അവഗണിക്കുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഭാരമായി മാറണത്. കർത്താവിന് എന്താ കുരിശ് ഭാരമായി മാറാതിരുന്നത്? അത് നിത്യതയ്ക്ക് വേണ്ടിയാണെന്ന് ഈശോയ്ക്ക് ആന്തരിക ബോധ്യമുണ്ടായിരുന്നു. അത് പിതാവിനോട് സ്നേഹം ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് ആന്തരിക അഭിഷേകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഐസയാ പറയണത് എന്താണ്? അവൻ സഹനദാസൻ, അവൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ തലമുറയിലെ ആ രക്തത്തിൽ ചവിട്ടി, ആ രക്തത്തിൽ നിന്ന് പിറക്കാൻ പോകുന്ന ഒരു തലമുറയെ ഓർത്തുകൊണ്ട് അവന് ഹൃദയ സന്തോഷമുണ്ടായെന്ന്. ദാറ്റ് മീൻസ് ഈശോ കുരിശെടുത്തത് അഭിഷേകത്തിലാണെന്ന് അർത്ഥം. ഐസയ 53 ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഐസയ 53:10 അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഈ ബോധം എപ്പോഴും ഉണ്ടാകണം. എന്താണ്? അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഒരു ക്ലേശം വരുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ 14:26 വെച്ചുകൊണ്ട് പരിശുദ്ധാത്മ വരും. ഇത് നിങ്ങളുടെ വീട്ടുകാരോ അയൽവാസികളോ കൂട്ടുകാരോ ഉണ്ടാക്കിയ പാരപണിയൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ക്ലേശം വന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. നിങ്ങളെ ക്ലേശങ്ങൾക്ക് ക്രിസ്തുവിനെ പോലെ വിട്ടുകൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളെ കൃപയ്ക്കുമേൽ കൃപയ്ക്കായ ദൈവം ക്രിസ്തുവിനെ പോലെ വിളിച്ചിരിക്കുന്നു. അത് ആര് പറഞ്ഞു തരേണ്ടതാണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു തരേണ്ടതാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വോൾട്ടേജ് ഷോർട്ടായി വരുമ്പോഴാണ് ഇതെല്ലാം ഭാരമായിട്ട് പിടിക്കണം നമ്മളെ എല്ലാം. നമ്മൾ പറയാം അവിടെ നിന്നല്ല, ഇത് അവൾ കാണിച്ചതാണ്, ഇവർ കാണിച്ചതാണ്, ഓഫീസിൽ കാണിച്ചതാണ്, പാർട്ടിക്കാർ ചെയ്തതാണ്. ഇങ്ങനെ കുറേ നമ്മൾ എന്തുകൊണ്ടാണ്, അതായത് നമ്മുടെ എല്ലാ ഭാരങ്ങൾക്കും ഉത്തരവാദി മാപ്പ് സാക്ഷികളെയും നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ഓർക്കുക, ആ മാപ്പ് സാക്ഷികൾ ആ പ്രേസങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് കാര്യം ഓവർ ചെയ്ത് കഴിഞ്ഞാൽ വിഷയം അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾക്ക് ലഭിക്കണത് എന്താണ്? നിത്യതയും ക്രിസ്തുവിനെയും കൈയടിച്ച്